ഹായ് ഫ്രണ്ട്സ്, എക്സാം സെലക്ടീവ് സ്റ്റഡി ചാനലിലേക്ക് സ്വാഗതം. ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാം മോക്ക് ടെസ്റ്റ്. ഇന്നത്തെ ടോപ്പിക് സിലബസിൽ പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറി ആനിമൽ ബ്രീഡ്സ്. ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു റീജിയൻ ആണ് ഈ ആനിമൽ ബ്രീഡ്സിന്റെ ടോപ്പിക്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിരവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് എക്സാം എഴുതുന്ന അതേ ഗൗരവത്തോടെ തന്നെ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യുക. നിങ്ങളോട് മാർക്ക് കമന്റ് ചെയ്യാൻ പറയുന്നത് നിങ്ങളുടെ പഠനം എവിടം വരെ എത്തി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോൾ ധാരാളം പഠിച്ചിട്ടുണ്ടാവും, കുറേ ടോപ്പിക്കൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ പഠിത്തത്തിന്റെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കിയാണ് പഠിച്ചതെന്ന് അറിയാൻ വേണ്ടിയാണ് മാർക്ക് കമന്റ് ചെയ്യാൻ പറയുന്നത്. ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ ധാരാളം പേര് കാണുന്നുണ്ട്, പക്ഷെ ഒരാൾ പോലും മാർക്സ് ഒന്നും കമന്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ എക്സാമിന് മുന്നോട്ട് ഒരു പ്രിപ്പറേഷൻ ആണ്. ഇപ്പം എക്സാം ഹാളിൽ പോയതിൽ നിന്ന് കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റ് എക്സാം എഴുതുന്ന പോലെ തന്നെ എഴുതാൻ പറയുന്നത്. ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിരവധി ടേംസ്, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടേംസ് വരുന്നതും എക്സാമ്പിൾസും ഉള്ളതായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ശ്രദ്ധയോടെ ക്ലാസ് കാണുക. നിങ്ങളൊരു എക്സാം എഴുതുന്ന പോലെ തന്നെ അറ്റൻഡ് ചെയ്യുക. മാർക്ക് കുറഞ്ഞാലും എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ നോക്കുക, എന്നിട്ട് ഇതിനനുസരിച്ച് പഠിക്കുക. നിങ്ങൾക്ക് ആ പഠന നിലവാരം അറിയാനാണ് മാർക്ക് കമന്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് ഗൗരവത്തോടെ തന്നെ കാണുക, മാർക്ക് കമന്റ് ചെയ്യുക, ക്ലാസ് മുഴുവൻ കാണുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഈ ക്ലാസിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോൺസ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ക്ലാസ്സുകൾ പെട്ടെന്ന് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. എക്സാമിന് ഒരു മാസം കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ പെട്ടെന്ന് ക്ലാസ്സുകൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, നെയിം ദ കൺട്രി ഓഫ് ഒറിജിൻ ഓഫ് എക്സോട്ടിക് ബ്രീഡ് അയർഷെയർ. ഓപ്ഷൻ സ്വിറ്റ്സർലാൻഡ്, ഹോളണ്ട്, ഫിൻലാൻഡ്, നൺ ഓഫ് ദി എബോവ്. ആദ്യത്തെ ചോദ്യം, നെയിം ദ കൺട്രി ഓഫ് ഒറിജിൻ ഓഫ് എക്സോട്ടിക് ബ്രീഡ് അയർഷെയർ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ഒരു ടേം കണ്ടു, എക്സോട്ടിക് ബ്രീഡ്. ഇനി ഈ ചാപ്റ്ററിൽ എക്സോട്ടിക് ബ്രീഡ്, ഇൻഡിജിനസ് ബ്രീഡ്, ക്രോസ് ബ്രീഡ്, ഇങ്ങനെ ധാരാളം ടേംസ് നിങ്ങൾ കേൾക്കുന്നതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ എക്സാമ്പിൾ മനസ്സിലാക്കി പോയാലേ ഈ ചാപ്റ്റർ ഈസി ആവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ ഒരു ബുക്കും പേപ്പറൊക്കെ എടുത്ത് വെച്ച് ഇപ്പോൾ തന്നെ എഴുതി വെക്കുക. നോട്ട്സ് ടെലിഗ്രാം ചാനൽ തരുന്നതാണ്, പക്ഷെ നോട്ട്സ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടേതായ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് ഇപ്പോഴേ പഠിച്ചു വെക്കുക. നോട്ട്സ് ചിലപ്പോൾ ചില ടോപ്പിക്കുകളോട് ഒരുമിച്ചായിരിക്കും നോട്ട്സ് ഇടുന്നത്, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ ഒരു ടൈമൊക്കെ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി ഇപ്പോൾ തന്നെ എക്സാമ്പിൾ നിങ്ങളുടേതായ ഒരു നോട്ട് എഴുതി പഠിച്ചാൽ മാത്രമേ എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ടൈം എക്സോട്ടിക്. എക്സോട്ടിക് എന്ന് വെച്ചാൽ ഫോറിൻ എന്നാണ്, മറ്റൊരു സ്ഥലത്ത് നിന്ന് വരുന്നതാണ് എക്സോട്ടിക് എന്ന് പറയുന്നത്. ഇൻഡിജീനസ് എന്ന് വെച്ചാൽ നേറ്റീവ്, ഇവിടെ തന്നെ ഉള്ളത്. ക്രോസ് ബ്രീഡ് എന്ന് പറയുമ്പോൾ എക്സോട്ടിക്കും ഇൻഡിജീനസിനും കൂടെ ക്രോസ് ബ്രീഡ് ആവുന്നതാണ് ക്രോസ് ബ്രീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ് പറയാൻ കാരണം, എക്സോട്ടിക് കാറ്റൽ ബ്രീഡ്സ് ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്, ഇൻഡിജീനിയസിന് എക്സാമ്പിൾസ് ഉണ്ട്, ഇവയ്ക്കൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിനൊക്കെ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ എക്സോട്ടിക് ബ്രീഡ് ആകുമ്പം അവരുടെ ഒറിജിൻ ചോദിക്കും, അവരുടെ ഹോംലാൻഡ് ചോദിക്കും. അപ്പം അതുകൊണ്ട് ഈ ക്വസ്റ്റനൊക്കെ ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക. ഇപ്പോൾ ചോദിച്ച ചോദ്യം ഇതാണ്, നെയിം ദ കൺട്രി ഓഫ് ഒറിജിൻ ഓഫ് എക്സോട്ടിക് ബ്രീഡ് അയർഷെയർ. ഇപ്പോൾ തന്നെ പഠിച്ചേക്കുക. അപ്പോൾ അയർഷെയർ ഒരു എക്സോട്ടിക് ബ്രീഡാണ്, മറ്റൊരു സ്ഥലത്ത് നിന്ന് വന്നതാണ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ സ്വിറ്റ്സർലാൻഡ്, ബി ഹോളണ്ട്, സി ഫിൻലാൻഡ്, ഡി നൺ ഓഫ് ദി എബോവ്. തന്നിരിക്കുന്നാൽ ഏത് കൺട്രിയിൽ നിന്നാണ് അയർഷെയർ വന്നിരിക്കുന്നതെന്നാണ് ചോദ്യം. ഇത്ര അറിയാവുന്നവരെ എഴുതുക. എക്സോട്ടിക് ബ്രീഡ് അയർഷെയർ. ഉത്തരം നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദി എബോവ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും അല്ല അയർഷെയറിന്റെ ഹോംലാൻഡ്. നമുക്ക് അയർഷെയർ ഏത് രാജ്യത്തിനാണ് വന്നതെന്ന് നോക്കാം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സ്കോട്ട്ലാൻഡ് ആണ്. അയർഷെയറിന്റെ ഹോംലാൻഡ് അല്ലെങ്കിൽ കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞത് സ്കോട്ട്ലാൻഡ് ആണ്. അപ്പോൾ ഇങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും, ഇപ്പൊ തന്നെ പഠിച്ചു നോക്കുക. അയർഷെയർ, സ്കോട്ട്ലാൻഡ്. ബോഡി കളർ ലൈറ്റ് ടു ഡീപ് ചെറി റെഡ് വിത്ത് ഓർ വിത്തൗട്ട് വൈറ്റ് മാർക്കിംഗ്സ് ഓൺ ദ ബോഡി. ഞാൻ ഈ ബോഡി കളറൊക്കെ പറയുന്നത് എന്തിനാണ് നിങ്ങൾ വിചാരിക്കും, ക്വസ്റ്റ്യൻ ആൻസർ മാത്രം വായിച്ചു പോയാൽ പോരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല. PSC ഡയറി സയൻസ് റിലേറ്റഡ് എക്സാംസ് 2014 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇങ്ങനെയുള്ള ചെറിയ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് വരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ അത് മനസ്സിലാവും, അല്ലാത്തവർക്കാണെങ്കിൽ ചോദിക്കും എന്തിനാ ഇങ്ങനെ എക്സ്ട്രാ പോയിന്റ്സ് പറയുന്നതെന്ന്. എക്സ്ട്രാ പോയിന്റ്സ് പറയാൻ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയാണ് എക്സ്ട്രാ പോയിന്റ്സ് എന്ന്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചു പോയി കഴിഞ്ഞാൽ അപ്പോഴുള്ള ആ ഓർമ്മ മാത്രമാണ്. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു പോകുന്നവർക്ക് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവലിലോ മാച്ച് ദ ഫോളോയിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് ആൻസർ മാത്രം പഠിച്ചിട്ട് അപ്പോൾ എക്സ്ട്രാ പോയിന്റ്സും കൂടെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചാലും ഉത്തരം അറ്റൻഡ് ചെയ്യാൻ പറ്റും. PSC ലേറ്റസ്റ്റ് ആയിട്ട് 2003 മിൽക്ക് ഇൻസ്ട്രക്ടർ എന്നൊരു എക്സാം വന്നിട്ടുണ്ട്. അതായത് മുഴുവൻ ഡയറി സയൻസ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പോഴാണ് ക്വസ്റ്റ്യൻ ആൻസർ വെറുതെ പഠിച്ചു പോകുന്നവർക്ക് ഇങ്ങനെ അല്ല ചോദ്യങ്ങൾ, ഡിഫിക്കൽട്ട് രീതിയിൽ ചോദ്യങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ട് മനസ്സിലാകാൻ പോകുന്നത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഇനി ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു വർക്ക് മോഡൽ എക്സാം ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞ് പഠിപ്പിച്ച് പോകുന്നതെന്ന്.
കാരണം ഇപ്പോൾ ഡയറി സയൻസ് 20 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ടായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിഫിക്കൽട്ട് രീതിയിൽ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴായിരിക്കും ആ മനസ്സിലാവുന്നത്. ഇതേ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം കാണാതെ പഠിച്ച് പോയിട്ടുള്ള ബുദ്ധിമുട്ട് അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് എക്സ്ട്രാ പോയിന്റ്സ് പഠിക്കാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, അയർഷെയർ അതിന്റെ ഹോംലാൻഡ് സ്കോട്ട്ലാൻഡ് ആണ്. ബോഡി കളർ ജസ്റ്റ് നോക്കി വെക്കുക, ലൈറ്റ് ടു ഡീപ് ചെറു റെഡ് വിത്ത് ഓർ വിത്തൗട്ട് വൈറ്റ് മാർക്കിംഗ്സ് ഓൺ ദ ബോഡി. ജസ്റ്റ് എക്സ്ട്രാ പോയിന്റ്സ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, ഇൻ ഇന്ത്യ എ നമ്പർ ഓഫ് ഇൻഡിജീനസ് or Deshi cattle breeds as well as crossbreed cattle are engaged in milk production. അപ്പോൾ ഞാൻ കണ്ടോ ഇൻഡിജീനസ് എന്നുള്ള ടേം കണ്ടു. ഇൻഡിജീനസ് ദേശി അല്ലെങ്കിൽ നേറ്റീവ്. ക്രോസ് ബ്രെഡ് എന്താ അതുപോലെ തന്നെ എക്സോട്ടിക് എന്താണെന്ന് നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. എക്സോട്ടിക് എന്ന് പറയുമ്പോൾ ഫോറിൻ ആണ്. ഇവിടെ ചോദിച്ചെന്താ, ഇൻ ഇന്ത്യ എ നമ്പർ ഓഫ് ഇൻഡിജീനസ് ദേശി കാറ്റിൽ ബ്രീഡ്സ് ആസ് വെൽ ആസ് ക്രോസ് ബ്രീഡ് കാറ്റിൽസ് ആർ എൻഗേജ് ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ. ക്രോസ് ബ്രീഡ് എന്ന് പറയുന്നത് ഇൻഡിജീനസിന്റെയും എക്സോട്ടിക് ബ്രീഡിന്റെയും ക്രോസ് ആണ്. The crossbred cattle are developed by crossing the indigenous, Bos indicus and exotic cattle breeds. Name one of the exotic cattle. ഇവിടെ ഒരു പേര് കണ്ട, ബോസ് ഇൻഡിക്കസ്. ബോസ് ഇൻഡിക്കസ് സയന്റിഫിക് നെയിം ആണ് ഇൻഡിജിനസ് കൗവിന്റെ. ചോദ്യം ചോദിച്ചിരിക്കുന്നത് എക്സോട്ടിക് കാറ്റലിന്റെ സയന്റിഫിക് നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കുക. ഇൻ ഇന്ത്യ എ നമ്പർ ഓഫ് ഇൻഡിജീനസ് ദേശി കാറ്റിൽ ബ്രീഡ്സ് ആസ് വെൽ ആസ് ക്രോസ്ബ്രീഡ് കാറ്റിൽ ആർ എൻഗേജ് ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ. Crossbred cattle are developed by crossing the indigenous and exotic cattle breeds. Name the exotic cattle. Indigenous cattle സയന്റിഫിക് നെയിം തന്നിട്ടുണ്ട്, ബോസ് ഇൻഡിക്കസ്. അത് ഇന്ത്യ റിലേറ്റ് ചെയ്തിട്ടാണ് ഇൻഡിക്കസ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സോട്ടിക് കാറ്റലിന്റെ പേരാണ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ബോസ് വെനോപ്പസ്, ഓപ്ഷൻ ബി ബോസ് ഓട്രസ്, ഓപ്ഷൻ സി ബോസ് റാപ്പസ്, ഓപ്ഷൻ ഡി ബോസ് ടോറസ്. ഇത്ര അറിയാവുന്നവർ എഴുതുക. എക്സോട്ടിക് കാറ്റലിന്റെ സയന്റിഫിക് നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഉത്തരം നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബോസ് ടോറസ്. ഇവിടുത്തെ എക്സോട്ടിക് കാറ്റലിന്റെ പേരെന്താണ്? ബോസ് ടോറസ്. ഇൻഡിജീനസ് ബോസ് ഇൻഡിക്കസ്. ഇതൊന്നും മാറിപ്പോകരുത്, ശ്രദ്ധയോടെ എഴുതി പഠിക്കുക. നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതുക. ഇൻഡിജീനസ് കൗ ബോസ് ഇൻഡിക്കസ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചോ, ബോസ് ഇൻഡിക്കസ്. എക്സോട്ടിക് കാറ്റിൽ ബോസ് ടോറസ്. എക്സോട്ടിക്കിൽ ഒരു ടി ഉണ്ട്, ബോസ് ടോറസിൽ ടി ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പഠിക്കാനുള്ള ഈസി ആയിട്ടുള്ള ഇത്. ഇൻഡിജീനസ് എന്ന് പറയുമ്പോൾ ബോസ് ഇൻഡിക്കസ്, ഇൻഡിജീനസിലും ഇൻഡിക്കസിലും ഐ ഉണ്ട്. ബോസ് ടോറസ് എക്സോട്ടിക് ടി, എക്സോട്ടിക്. അപ്പൊ ബോസ് ടോറസ്. സയന്റിഫിക് നെയിം ഓഫ് എക്സോട്ടിക് കാറ്റിൽ ബോസ് ടോറസ്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേര് പറയാൻ പോകുന്നത്. സം ഓഫ് ദ എക്സോട്ടിക് കാറ്റിൽ ബ്രീഡ്സ് ആർ. എക്സോട്ടിക് കാറ്റിൽ ബ്രീഡ്സിന്റെ എക്സാമ്പിൾസ് ആണ് തരുന്നത്. എക്സാമ്പിൾസ് ആണ്. സയന്റിഫിക് നെയിം ആണ് ബോസ് ടോറസ്. എക്സാമ്പിൾ വേറെയാണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ബോസ് ടോറസിന് വരുന്ന എക്സാമ്പിൾ ആ പശുക്കളുടെ പേരാണ്, ആ കാറ്റിൽ ബ്രീഡ്സിന്റെ പേരാണ് പറയാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഹോൾസ്റ്റീൻ ഫ്രീസിയൻ, ബ്രൗൺ സ്വിസ്, ജേഴ്സി, അയർഷെയർ. അയർഷെയർ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ കണ്ടു. അയർഷെയർ എവിടെ നിന്നാണ് വരുന്നത്? സ്കോട്ട്ലാൻഡിൽ നിന്നാണ്. അതുപോലെ ഇനി ഹോൾസ്റ്റീൻ ഫ്രീസിയൻ, ബ്രൗൺ സ്വിസ്, ജേഴ്സി ഇവരൊക്കെ ഹോംലാൻഡ് പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒറിജിൻ ഓഫ് ഏത് രാജ്യത്താണ് വരുന്നതൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങളിപ്പോൾ ആദ്യം പേര് നന്നായിട്ട് പഠിക്കുക. എക്സോട്ടിക് കാറ്റിൽ ബ്രീഡ്സിന്റെ പേര് എന്തൊക്കെയാണ്? ഹോൾസ്റ്റീൻ ഫ്രീസിയൻ, ബ്രൗൺ സ്വിസ്, ജേഴ്സി, എയർഷെയർ. ഇത് VHSCയുടെ ക്ലാസ്സിൽ നിന്നുള്ള ടെക്സ്റ്റിൽ നിന്നാണ് ഈ പോയിന്റ്സ് ഒക്കെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ്? ഇൻഡിജിനസ് കവിന്റെ പേര് ബോസ് ഇൻഡിക്കസ്, എക്സോട്ടിക് ബോസ് ടോറസ്. Some of the exotic cattle breeds are Holstein Friesian, Brown Swiss, Jersey, Ayrshire. അടുത്ത ചോദ്യം, Sunandini cow is the crossbreed of indigenous breed female, that is Indian local cow, and is between. Sunandini ഒരു crossbreed cow ആണ്. ഇൻഡിജിനസ് ബ്രീഡും എക്സോട്ടിക് ബ്രീഡിന്റെയും ക്രോസ് ആണ്. ആ എക്സോട്ടിക് ബ്രീഡ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ബ്രൗൺ സ്വിസ്, ജേഴ്സി, ഹോൾസ്റ്റീൻ ഫ്രീസിയൻ, നൺ ഓഫ് ദി അബോവ്. ഉത്തരം അറിയാവുന്നവർ എഴുതുക. Sunandini cow is the crossbreed of indigenous breed and is between. Answer option A, brown Swiss ആണ്. Sunandini cow ഇന്ത്യൻ കൗവിന്റെയും ബ്രൗൺ സ്വിസ് കൗവിന്റെയും ക്രോസ് ബ്രീഡ് ആണ് സുനന്ദിനി കൗ. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള ബ്രൗൺ സ്വിസ് ആണ്. ബ്രൗൺ സ്വിസ് കൺട്രി ഓഫ് ഒറിജിൻ സ്വിറ്റ്സർലൻഡ് ആണ്. കളർ ഓഫ് കൗ ഡിസ്റ്റിങ്ക്ലി ബ്രൗൺ. അപ്പൊ ബ്രൗൺ സ്വിസ് എന്താണ്? ഒരു എക്സോട്ടിക് ബ്രീഡ് ആണ്. എക്സോട്ടിക് കാറ്റിലാണ് ബ്രൗൺ സ്വിസ്. അതിന്റെ കൺട്രി ഓഫ് ഒറിജിൻ സ്വിറ്റ്സർലൻഡ് ആണ്. നേരത്തെ നമ്മൾ അയർഷെയർ പഠിച്ചു. അയർഷെയർ എവിടെയായിരുന്നു? സ്കോട്ട്ലൻഡ് ആണ്. ബ്രൗൺ സ്വിസ് എളുപ്പമാണ്. സ്വിസ് എന്ന് പറയുമ്പോൾ സ്വിറ്റ്സർലൻഡ് ആണ്. ബ്രൗൺ സ്വിസിന്റെ കൺട്രി ഓഫ് ഒറിജിൻ പഠിക്കാൻ എളുപ്പമാണ് സ്വിറ്റ്സർലൻഡ്. അയർഷെയർ എന്താണ്? സ്കോട്ട്ലൻഡ് ആണ്.
ഇപ്പൊ എക്സോട്ടിക് കാറ്റൽ ബ്രീഡ്സിന്റെ പേരാണല്ലോ ഹോൾസ്റ്റൈൻ ഫ്രീസൻ, ബ്രൗൺ സ്വിസ്, ജേഴ്സി, അയർഷെയർ. ഈ ബ്രൗൺ സ്വിസിന്റെയും ഒരു ഇൻഡിജിനസ് ഇന്ത്യൻ ബ്രീഡ് കൗവിന്റെ ക്രോസ് ബ്രീഡ് ആണ് സുനന്ദിനി. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പോയിന്റ് കിട്ടി. സുനന്ദിനി കൗ എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ക്രോസ് ബ്രീഡ് ആണെന്ന് പറയണം. സുനന്ദിനി കൗ വേണമെങ്കിൽ ഓപ്ഷൻ വയ്ക്കാം. സുനന്ദിനി കൗ എന്നിട്ട് എന്താണ് താഴത്തെ സുനന്ദിനി കൗ ഏത് കാറ്റഗറിയിൽ വരുന്നു? ഇൻഡിജീനസ് ആണോ, എക്സോട്ടിക് ആണോ, ക്രോസ് ബ്രീഡ് ആണോ എന്ന് വയ്ക്കും. സുനന്ദിനി ഒരു ക്രോസ് ബ്രീഡ് ആണ്. നിങ്ങളല്ലോ യുവർ സപ്പോർട്ട് ഈസ് അവർ സ്ട്രെങ്ത്. സോ സബ്സ്ക്രൈബ് ദ ചാനൽ ഫോർ മോർ വീഡിയോസ്. നിങ്ങളുടെ പോസിറ്റീവ് സപ്പോർട്ട് അനുസരിച്ചാണ് ചാനലിന്റെ മുന്നോട്ടുള്ള വളർച്ച നിൽക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ക്ലാസ്സുകൾ ആഡ് ചെയ്യുന്നതാണ്. ധാരാളം നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോൺസ് ഇപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ക്ലാസ്സുകൾ ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങൾ ക്ലാസ് ഇടാനൊക്കെ താമസിക്കും. കാരണം നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ ക്ലാസ്സുകളൊക്കെ വേഗം ആഡ് ചെയ്യുള്ളൂ. എക്സാമിന് അധികം ദിവസങ്ങളില്ല. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്തൊരു കൺഫ്യൂസിംഗ് ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സോട്ടിക് ബ്രീഡ് ഓഫ് കാറ്റിൽ? തന്നിരിക്കുന്ന ഓപ്ഷനിൽ എക്സോട്ടിക് ബ്രീഡ് അല്ലാത്തത് ഏത്? എക്സോട്ടിക് ബ്രീഡ് അല്ലാത്തത് ഏതെന്ന് അറിയാമെങ്കിൽ എക്സോട്ടിക് എന്താണെന്ന് അറിയണം, ഇൻഡിജിനസ് എന്താണെന്ന് അറിയണം, ക്രോസ് ബ്രീഡ് എന്താണെന്ന് അറിയാം. ഈ 3 കാര്യങ്ങൾ നന്നായിട്ട് അറിയുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ എക്സോട്ടിക് അല്ലാത്തത് ഏത്? അപ്പൊ നിങ്ങൾക്ക് ആദ്യം ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ആയിട്ട് തരാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിന് മുമ്പ് ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ട് നടത്തിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഈ ചാപ്റ്റർ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊരു മോക്ക് ടെസ്റ്റ് തന്നിട്ട് ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡീറ്റെയിൽ ക്ലാസ്സിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സോട്ടിക് എന്താണ്, ഇൻഡിജിനസ് എന്താണെന്നുള്ളതും എക്സാമ്പിൾ സഹിതം അതുപോലെ പ്രീവിയസ് ആയിട്ട് PSC എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ക്ലാസ് ഉടനെ തന്നെ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പോസിറ്റീവ് സപ്പോർട്ട് കിട്ടിയാലാണ് പെട്ടെന്ന് ക്ലാസ് ഞാൻ അവിടെ എഴുതുന്നത്. അല്ലെങ്കിൽ ക്ലാസ് ഇടാൻ താമസിക്കും. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലാസ്സുകൾ ഉടനെ തന്നെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സോട്ടിക് ബ്രീഡ് ഓഫ് കാറ്റൽ? എക്സോട്ടിക് അല്ലാത്തത് ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ജേഴ്സി, ബി ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ, സി താർ പാർക്കർ, ഡി ബ്രൗൺ സ്വിസ്. തന്നിരിക്കുന്നതിൽ എക്സോട്ടിക് അല്ലാത്തത് ഏത്? ഉത്തരം നോക്കാം. ആൻസർ ഓപ്ഷൻ സി താർ പാർക്കർ. താർ പാർക്കർ ഒരു എക്സോട്ടിക് അല്ല. എക്സോട്ടിക് എന്ന് വെച്ചാൽ ഫോറിൻ ബ്രീഡ് അല്ലാത്തത് താർ പാർക്കർ ആണ്. ബാക്കി 3 ഓപ്ഷൻസും എക്സോട്ടിക് ആണ്. ജേഴ്സി ആയാലും ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ ആയാലും ബ്രൗൺ സ്വിസ് ആയാലും എക്സോട്ടിക് ബ്രീഡ് ആണ്. താർ പാർക്കർ എക്സോട്ടിക് അല്ല. താർ പാർക്കർ അതിന് മറ്റു പേര് താരി, ഹാബിറ്റാറ്റ്, മാർവാർ റീജിയൻ ഇൻ രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത്, കളർ വൈറ്റ് ഓർ ലൈറ്റ് ഗ്രേ. അപ്പൊ താർ പാർക്കർ എന്താണ്? താർ പാർക്കർ ഒരു ഇൻഡിജീനസ് കൗ ആണ്. താർ പാർക്കർ എന്ന് പറയുന്നത് നേറ്റീവ് ആയിട്ടുള്ളതാണ് താർ പാർക്കർ. ഹാബിറ്റാറ്റ് മാർവാർ റീജിയൻ ഇൻ രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത്, മറ്റു പേര് താരി, കളർ വൈറ്റ് ഓർ ലൈറ്റ് ഗ്രേ. ഇനി ഈ താർ പാർക്കർ കാറ്റലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ വായിച്ചു പോയുള്ളൂ. ഡീറ്റെയിൽ ക്ലാസ് വരുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് ഇത്രയും പോയിന്റ്സ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഇത്രയും പോയിന്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചു പോയുള്ളൂ. ഫർദർ എക്സ്പ്ലനേഷൻ ഒക്കെ ഡീറ്റെയിൽ ക്ലാസ് വരുമ്പോൾ തരുന്നതാണ്. ഈ എക്സ്പ്ലനേഷൻസിന്റെ ഓരോ സെന്റൻസിന് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് താർ പാർക്കറിന്റെ ക്യാരക്ടേഴ്സ് ജസ്റ്റ് വായിച്ചു പോയാണ്. എക്സ്പ്ലനേഷൻസ് ഡീറ്റെയിൽ ക്ലാസ് വരുമ്പോൾ തരുന്നതാണ്. Tar Parker, animals have short, straight and short limbs. They have moderately long face with broad poll and slightly bulging forehead. Males have a general impression of virility. Horns are of medium size. In young animals particularly, there is a white or light grey line along the spine. ഇത്രയാണ് താർ പാർക്കറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്ത ചോദ്യം, നെയിം ദ കൺട്രി ഓഫ് ഒറിജിൻ ഓഫ് ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ. ഹോൾസ്റ്റൈൻ ഫ്രീസിന്റെ ഹോംലാൻഡ് അല്ലെങ്കിൽ ഏത് രാജ്യത്തു നിന്നാണ് ഹോൾസ്റ്റൈൻ ഫ്രീസൻ വന്നിരിക്കുന്നതാണ് ചോദ്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഹോൾസ്റ്റൈൻ ഫ്രീസൻ ഒരു എക്സോട്ടിക് കാറ്റൽ ബ്രീഡ് ആണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സ്വിറ്റ്സർലാൻഡ്, ഓപ്ഷൻ ബി ഹോളണ്ട്, സി ഫിൻലാൻഡ്, ഡി നൺ ഓഫ് ദി അബോവ്. ഹോൾസ്റ്റൈൻ ഫ്രീസിന്റെ കൺട്രി ഓഫ് ഒറിജിൻ ഏത് അല്ലെങ്കിൽ ഹോംലാൻഡ് ഏത്? ഉത്തരം നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഹോളണ്ട് ആണ്. അപ്പൊ ഹോൾസ്റ്റൈൻ ഫ്രീസിനെ പഠിക്കാൻ എളുപ്പമാണ്. ഹോൾസ്റ്റൈൻ ഫ്രീസൻ ഹോൾസ്റ്റൈൻ എച്ച് ആണ്, ഹോളണ്ടും എച്ച് ആണ്. അപ്പോൾ ഹോൾസ്റ്റൈൻ ഫ്രീസൻ ഹോളണ്ട്. ഇനി ഹോൾസ്റ്റൈൻ ഫ്രീസിന്റെ കുറച്ച് പോയിന്റ്സ് നോക്കാം. ബ്രീഡ് ഹോൾസ്റ്റൈൻ ഫ്രീസൻ, കൺട്രി ഓഫ് ഒറിജിൻ ഹോളണ്ട്, ബോഡി കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വെള്ളയിൽ കറുപ്പ് ഡോട്ടുള്ള പശുക്കളെ കണ്ടിട്ടില്ല, അതാണ് ഹോൾസ്റ്റൈൻ ഫ്രീസൻ. നിങ്ങൾ ഇങ്ങനെ പല പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. വെള്ളയും കറുപ്പും നിറത്തിലുള്ള പശുവാണ് ഹോൾസ്റ്റൈൻ ഫ്രീസൻ. ഹോൾസ്റ്റൈൻ ഫ്രീസന്റെ ഹോംലാൻഡ് ഹോളണ്ട് ആണ്. അടുത്തത് നിങ്ങൾക്കൊരു ടേബിൾ ആണ്. ഇതെന്നാൽ നമ്മൾ എക്സോട്ടിക് കാറ്റൽ ബ്രീഡ്സിനെ കുറിച്ച് പറഞ്ഞു, അവരുടെ കൺട്രി ഓഫ് ഒറിജിൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം എക്സോട്ടിക് കാറ്റൽ VHS ടെക്സ്റ്റിലുള്ള പഠിക്കാനുള്ള പോർഷൻ എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് തന്നിട്ടുള്ള പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അല്ലാതെയും എക്സോട്ടിക് കാറ്റൽ ബ്രീഡ്സ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ടെക്സ്റ്റുള്ള പോയിന്റ്സ് ആണ് പഠിക്കാൻ തന്നിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഈ ടേബിൾ ജസ്റ്റ് നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയുള്ളൂ. എക്സ്പ്ലനേഷൻ ഒക്കെ ഡീറ്റെയിൽ ക്ലാസ് വരുന്നതാണ്. അപ്പോൾ ബ്രീഡ് ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ എക്സോട്ടിക് കാറ്റൽ ബ്രീഡ്സ് ആണ്.
ഹോൾസ്റ്റൈൻ ഫ്രീസിൻ, ജേഴ്സി, ബ്രൗൺസിസ്, എയർഷെയർ. ഇനി ഹോൾസ്റ്റൈൻ ഫ്രീസിന്റെ കൺട്രി ഓഫ് ഒറിജിൻ ഹോളണ്ട്, ബോഡി കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വെള്ളയും കറുപ്പും നിറത്തിലുള്ള പശുവാണ്. ജേഴ്സി അടുത്ത പശു, അടുത്ത എക്സോട്ടിക് കാറ്റൽ ബ്രീഡ് ജേഴ്സി ആണ്. ജേഴ്സിയുടെ കൺട്രി ഓഫ് ഒറിജിൻ ഐലൻഡ് ഓഫ് ജേഴ്സി ഇൻ ദ ഇംഗ്ലീഷ് ചാനൽ ഓഫ് ദ കോസ്റ്റ് ഓഫ് ഫ്രാൻസ്. ബോഡി കളർ ലൈറ്റ് ബ്രൗൺ വിത്ത് ഓർ വിത്തൗട്ട് വൈറ്റ് മാർക്കിംഗ്സ് ഓഫ് ദ ഓൺ ദ ബോഡി. അടുത്ത ബ്രൗൺസിസ് ആണ്. ബ്രൗൺസിസ് കൺട്രി ഓഫ് ഒറിജിൻ എളുപ്പമാണ്, സ്വിറ്റ്സർലൻഡ് ആണ്. സ്വിസ് ഉള്ളതുകൊണ്ട് സ്വിറ്റ്സർലൻഡ് ഓർത്തിരിക്കും. ബോഡി കളർ ഡിസ്റ്റിങ്ക്ട്ലി ബ്രൗൺ. അടുത്ത എയർഷെയർ ആണ്. എയർഷെയറിന്റെ രാജ്യം സ്കോട്ട്ലൻഡ്. ബാക്കി നമുക്ക് ഹോൾസ്റ്റൈൻ ഫ്രീസൻ ഹോളണ്ട് എച്ച് വെച്ച് ഓർത്തിരിക്കാൻ പറ്റും. ജേഴ്സി ഐലൻഡ് ഓഫ് ജേഴ്സി ഇൻ ദ ഇംഗ്ലീഷ് ചാനൽ ഓഫ് ദ കോസ്റ്റ് ഓഫ് ഫ്രാൻസ്. ബ്രൗൺസിസ് സ്വിറ്റ്സർലൻഡ്. എയർഷെയർ സ്കോട്ട്ലൻഡ് ആണ്. ബോഡി കളർ ലൈറ്റ് ടു ഡീപ് ചെറി റെഡ് വിത്ത് ഓർ വിത്തൗട്ട് വൈറ്റ് മാർക്കിംഗ്സ് ഓൺ ദ ബോഡി. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബ്രീഡ് ഓഫ് ബഫല്ലോ? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇത്ര നേരം നമ്മൾ പശുക്കളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. അടുത്ത വരുന്നത് ബഫല്ലോയെ കുറിച്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പശുക്കളുടെ ബ്രീഡ് അറിഞ്ഞിരിക്കുക, ബഫല്ലോ ബ്രീഡ് അറിഞ്ഞിരിക്കുക, എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവുള്ളൂ. അപ്പോൾ കാരണം ഇങ്ങനെയുള്ള ഓപ്ഷൻസിൽ പശുക്കളുടെ ബ്രീഡും ബഫല്ലോ ബ്രീഡ്സും കൂടെ മിക്സ് ചെയ്തായിരിക്കും തരുന്നത്. അതിൽ നിന്ന് നമ്മൾ ബഫല്ലോയുടെ ബ്രീഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അറിഞ്ഞെന്ന് മാത്രമേ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബ്രീഡ് ഓഫ് ബഫല്ലോ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ മുറ, ബി സഹിവാൾ, സി തർപ്പാർക്കർ, ഡി ഗിർ. മുറ, സഹിവാൾ, തർപ്പാർക്കർ, ഗിർ. ചോദിച്ചിരിക്കുന്നത് ബഫല്ലോ ബ്രീഡ് ഏതെന്നാണ്. ഉത്തരം നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മുറ. ഇത് തന്നിരിക്കുന്നതിൽ ബഫല്ലോ ബ്രീഡ് മുറയാണ്. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. There are two general types of buffaloes, swamp buffaloes and river buffaloes. Important point ആണ് swamp buffaloesum river buffaloesum. Swamp buffalo. The swamp buffalo prefers marshy lands where it wallows in mud and feed on coarse marsh grass. ചതുപ്പ് നിലങ്ങൾ കാണുന്ന ബഫലോയാണ് swamp buffalo. Predominantly found in parts of Assam, Nagaland, Manipur and Mizoram and are of non-descript type. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, swamp buffalo കാണപ്പെടുന്നത് ആസാം, നാഗാലാൻഡ്, മണിപ്പൂർ ആൻഡ് മിസോറാം. സ്വാമ്പ് ബഫല്ലോ കാണപ്പെടുന്നത് മാർഷി ലാൻഡ്, ചതുപ്പ് നിലങ്ങളിലാണ് സ്വാമ്പ് ബഫല്ലോ. അടുത്തത് റിവർ ബഫലോസ്. ദ റിവർ ബഫലോസ് പ്രിഫർ ക്ലീൻ വാട്ടർ ഓഫ് റിവേഴ്സ്, ഇറിഗേഷൻ കനാൽസ് ആൻഡ് പോൺസ് ടു വാലോ. അപ്പൊ സ്വാമ്പ് ബഫല്ലോ കാണുന്നത് ചതുപ്പ് നിലങ്ങളിലും റിവർ ബഫല്ലോ കാണുന്നത് റിവർ ഇറിഗേഷൻ കനാൽസ് കാണപ്പെടുന്നത്. ഇനിയാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇമ്പോർട്ടന്റ് ബ്രീഡ്സ് ഓഫ് റിവർ ബഫലോസ്. അതായത് റിവർ ബഫലോസിലെ ഇമ്പോർട്ടന്റ് ബ്രീഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പേര് നന്നായിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. മുറ, നീലി രവി, സുർട്ടി, മെഹസാന, ജഫ്രാബതി, ബാദാവരി. ഈ പേരൊക്കെ ഓർത്തുക. പശുക്കളുടെ ബ്രീഡും ബഫല്ലോ ബ്രീഡ്സും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. പശുക്കളുടെ ബ്രീഡ് നമ്മളിപ്പോൾ എക്സോട്ടിക് ബ്രീഡിൽ കുറെ പേര് പഠിച്ചു, ഇൻഡിജീനിയസ് പഠിച്ചു. നമ്മൾ ഡീറ്റെയിൽ ക്ലാസ് വരുമ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻ ഒക്കെ മാറും. കാരണം അതിന്റെ ടേബിൾ വൈസ് പശുക്കളുടെ എക്സോട്ടിക് ബ്രീഡിൽ ഏതാ, എക്സോട്ടിക് കാറ്റൽ ബ്രീഡ് ഏതാ, ഇൻഡിജീനിയസ് ഏതാ, ക്രോസ് ബ്രീഡ് ഏതാണ്, ടേബിൾ വൈസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ക്ലാസ് ഇട്ടാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും, എവിടെയൊക്കെയാണ് കൺഫ്യൂസിങ്, ഏതൊക്കെയാണ് കൺഫ്യൂസിങ് പാർട്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ആദ്യം മോക്ക് ടെസ്റ്റ് തന്നിട്ട് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ക്ലാസ് തരാൻ വേണ്ടി തീരുമാനിച്ചത്. നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ് ആദ്യം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നമ്മൾ ആ ക്ലാസ് സമയത്ത് നമുക്ക് എല്ലാം ഓർമ്മയുണ്ടാവും. പക്ഷെ പിന്നെ ഒരു പരീക്ഷ എഴുതുമ്പോഴാണ് കൗ ഏതാ, ബഫല്ലോ ബ്രീഡ് ഏതാന്നൊക്കെ ഉള്ള ഡൗട്ട്സ് വരുന്നത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ട് എക്സ്പ്ലനേഷൻ ക്ലാസ് തരാമെന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ ഇവിടെ കണ്ടോ, നിങ്ങൾക്കിപ്പം ബഫല്ലോ ബ്രീഡ്സിന്റെ എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് സംശയം വരും, പശുക്കളുടെ ഏതാ ബഫല്ലോ ഏതാന്നുള്ള കൺഫ്യൂഷൻ വരും. അതിനാണ് ആദ്യം മോക്ക് ടെസ്റ്റ് വന്നത്. നമ്മൾ ഡീറ്റെയിൽ ക്ലാസ് വരുമ്പോൾ നമുക്ക് അതിന്റെ കൺഫ്യൂഷനൊക്കെ മാറും. കാരണം അത് ടേബിൾ വൈസ് എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ കൺഫ്യൂഷൻ മാറും. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങളോട് ആദ്യം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ്. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും, എവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ആ കൺഫ്യൂഷൻ ആദ്യം വരാൻ വേണ്ടിയാണ് ആദ്യം തന്നെ മോക്ക് ടെസ്റ്റ് തന്നത്. അപ്പോഴാണ് നമുക്ക് ആ പോയിന്റ്സ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ രീതിയിലുള്ള കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത് എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ കണ്ടല്ലോ, ഇമ്പോർട്ടന്റ് ബ്രീഡ്സ് ഓഫ് റിവർ ബഫലോസ്. ഈ റിവർ ബഫലോസിന്റെ പേരും പശുക്കളുടെ ബ്രീഡും നമ്മൾ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. റിവർ ബഫലോസിന്റെ ബ്രീഡ്സ് ഏതൊക്കെയാണ്? മുറ, നീലി രവി, സുർട്ടി, മെഹസാന, ജഫ്രാബതി, ബാദാവരി. ഇതിൽ സുർട്ടി ഇമ്പോർട്ടന്റ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സുർട്ടി ബ്രീഡിനെ പറ്റി. അതെന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് വരുന്ന ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പൊ തന്നെ ഈ റിവർ ബഫലോസിന്റെ ബ്രീഡ്സ് പഠിച്ചിട്ട് പോവാ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മുറ, നീലി രവി, സുർട്ടി, മെഹസാന, ജഫ്രാബതി, ബാദാവരി. ഈ ഒരു പേരും ബഫല്ലോ ബ്രീഡ്സും കൗസിന്റെ ബ്രീഡ്സ് തമ്മിൽ തിരിഞ്ഞു പോകരുത്. അതിനാണ് വീണ്ടും പറയുന്നത്. മുറ, നീലി രവി, സുർട്ടി, മെഹസാന, ജഫ്രാബതി, ബാദാവരി ഒക്കെ റിവർ ബഫല്ലോയുടെ ഇതിൽ വരുന്നതാണ്.
അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ക്രോസ് ബ്രീഡ് കൗ? തന്നിരിക്കുന്നതിൽ ക്രോസ് ബ്രീഡ് കൗ അല്ലാത്തത് ഏത്? അപ്പോൾ ഇൻഡിജീനസ്, എക്സോട്ടിക്, ക്രോസ് ബ്രീഡ് ഇവയെക്കുറിച്ചൊക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കരൺ സ്വിസ്, ബി കരൺ ഫ്രൈസ്, സി സുനന്ദിനി, ഡി ഗിർ. മുന്നേയുള്ള ചോദ്യങ്ങൾ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് അറിയാൻ പറ്റും. ചോദ്യം ശ്രദ്ധിക്കുക, ക്രോസ് ബ്രീഡ് ആയിട്ടുള്ളത് അല്ലാത്തത് ഏത്? നോട്ട് എ ക്രോസ് ബ്രീഡ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് കരൺ സ്വിസ്, കരൺ ഫ്രൈസ്, സുനന്ദിനി, ഗിർ. ഉത്തരം നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി ഗിർ ആണ്. ക്രോസ് ബ്രീഡ് അല്ലാത്തത്, നോട്ട് എ ക്രോസ് ബ്രീഡ് ഓഫ് കൗ ഈസ് ഗിർ. ക്രോസ് ബ്രീഡ്. അപ്പോൾ ബാക്കി മൂന്നും ക്രോസ് ബ്രീഡ് ആണ്. കരൺ സ്വിസ്, കരൺ ഫ്രൈസ്, സുനന്ദിനി ഒക്കെ ക്രോസ് ബ്രീഡ് ആണ്. അതൊക്കെ ഇപ്പൊ തന്നെ പഠിച്ചു. ഇത് ക്രോസ് ബ്രീഡ് അല്ലാത്ത ഏതാണ് ചോദ്യം. ആൻസർ വന്നിരിക്കുന്നത് ഗിർ ആണ്. ഗിർ ഒരു ഇൻഡിജീനസ് ബ്രീഡ് ആണ്. അതായത് നേറ്റീവ് ആയിട്ടുള്ളതാണ് ഗിർ. ഗിർ എക്സോട്ടിക്കും അല്ല, ക്രോസും അല്ല. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഇൻഡിജീനസ് ആണ്. ഗിർ ഇൻഡിജീനസ് ആണ്. ഇവിടെ ചോദിച്ചിരുന്നത് ക്രോസ് ബ്രീഡ് അല്ലാത്തത്. ക്രോസ് ബ്രീഡ് അല്ലാത്തത് ഗിർ ആണ്. എന്താണ് ക്രോസ് ബ്രീഡിന്റെ ഒരു ഡെഫിനേഷൻ നോക്കാം. ക്രോസ് ബ്രീഡ് കാറ്റൽ ആർ ഡെവലപ്ഡ് ഫ്രം ദ ഇൻഡിജീനസ് ആൻഡ് എക്സോട്ടിക് ബ്രീഡ്സ്. നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി ഒരു ടേബിൾ വന്നിട്ടുണ്ട്. പോപ്പുലർ ക്രോസ് ബ്രീഡ് കാറ്റിൽ അവൈലബിൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ക്രോസ് ബ്രീഡ് കാറ്റലിന്റെ ടേബിൾ ആണ് തന്നിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേബിൾ ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് വായിച്ചു പോയുള്ളൂ. ഡീറ്റെയിൽ ക്ലാസ്സിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. നെയിം ഓഫ് ദ ക്രോസ് ബ്രീഡ്, ക്രോസ് ബിറ്റ്വീൻ, പ്ലേസ് ഓഫ് ഒറിജിൻ. ഈ ക്രോസ് ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ഇൻഡിജീനിയസ് ആയിട്ടുള്ളതും എക്സോട്ടിക് ബ്രീഡിനെ ക്രോസ് ആണ്. ക്രോസ് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ഡെഫിനേഷനിൽ കണ്ടു. ക്രോസ് ബ്രീഡ് കാറ്റൽ ആർ ഡെവലപ്ഡ് ഫ്രം ദ ഇൻഡിജീനിയസ് ആൻഡ് എക്സോട്ടിക് ബ്രീഡ്സ്. നമുക്ക് ടേബിൾ നോക്കാം. ഫസ്റ്റ് സുനന്ദിനി. നെയിം ഓഫ് ദ ക്രോസ് ബ്രീഡിൽ ആദ്യത്തെ സുനന്ദിനി. സുനന്ദിനി ഈസ് എ ക്രോസ് ബ്രീഡ് ബിറ്റ്വീൻ ലോക്കൽ കൗസ് ആൻഡ് ബ്രൗൺ സ്വിസ്. ശ്രദ്ധിച്ചു വെക്കുക, സുനന്ദിനിയുടെ എക്സോട്ടിക് കാറ്റൽ ഏതാണ്? സുനന്ദിനി ഒരു ക്രോസ് ബ്രീഡ് ആണ്. ലോക്കൽ കവും ബ്രൗൺ സിസും ആയിട്ടുള്ള ക്രോസ് ബ്രീഡ് ആണ് സുനന്ദിനി. പ്ലേസ് ഓഫ് ഒറിജിൻ കേരള. ആ പോയിന്റ് ശ്രദ്ധിക്കുക. സുനന്ദിനി പ്ലേസ് ഓഫ് ഒറിജിൻ കേരള. അടുത്ത കരൺ സ്വിസ്. കരൺ സ്വിസിന്റെ ക്രോസ് ഇൻഡിജീനസ് ബ്രീഡ് സഹിവാൾ ആൻഡ് റെഡ് സിന്ധി ആൻഡ് എക്സോട്ടിക് ബ്രീഡ് ബ്രൗൺ സിസ് ആണ്. പ്ലേസ് ഓഫ് ഒറിജിൻ ഹരിയാന. ജസ്റ്റ് ഇപ്പോൾ വായിച്ചു പോയുള്ളൂ. അതുപോലെ ഫ്രീസ് വാൾ. ഫ്രീസ് വാൾ എന്ന് പറയുമ്പോൾ സഹിവാൾ ഇന്ത്യൻ ബ്രീഡ്, അതായത് ഇൻഡിജീനസ് ബ്രീഡ് സഹിവാളും എക്സോട്ടിക് ബ്രീഡ് ഹോൾസ്റ്റീൻ ഫ്രീസിനാണ്. അതാണ് ഫ്രീസ് വാൾ എന്നുള്ള പേര്. ഇത് മിലിറ്ററി ഡയറി ഫാംസ് ആണ് എന്റെ പ്ലേസ് ഓഫ് ഒറിജിൻ. അടുത്തത് കരൺ ഫ്രൈസ്. കരൺ ഫ്രീസ് എന്നാണ്. അത് ക്രോസ് ബിറ്റ്വീൻ ഇൻഡിജീനസ് ബ്രീഡ് തർപ്പാർക്കർ, എക്സോട്ടിക് ബ്രീഡ് ഹോൾസ്റ്റീൻ ഫ്രീസിനാണ്. പ്ലേസ് ഓഫ് ഒറിജിൻ ഹരിയാന. വലിയ ത്രിവേണി എന്ന് പറഞ്ഞൊരു ക്രോസ് ബ്രീഡ് കാറ്റലാണ്. അതിന്റെ ഇൻഡിജീനസ് ബ്രീഡ് ഗിറും എക്സോട്ടിക് ബ്രീഡ് ഹോൾസ്റ്റീൻ ഫ്രീസൻ അല്ലെങ്കിൽ ജേഴ്സി. പ്ലേസ് ഓഫ് ഒറിജിൻ മഹാരാഷ്ട്ര. ഈ ടേബിളൊക്കെ നോക്കി വെക്കുക. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എക്സ്പ്ലനേഷൻ പറഞ്ഞു തരുന്നതാണ്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ദ തോഡ ബ്രീഡ് ഓഫ് ബഫല്ലോ ഫൗണ്ട്? തോഡ ബ്രീഡ് ഓഫ് ബഫല്ലോ കാണപ്പെടുന്ന സ്റ്റേറ്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ ഹരിയാന, ബി തമിഴ്നാടു, മഹാരാഷ്ട്ര, പഞ്ചാബ്. ഇങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു ബ്രീഡ് വന്നിട്ട്, ഒരു കാറ്റൽ ബ്രീഡ് അല്ലെങ്കിൽ ബഫല്ലോ ബ്രീഡ് വന്നിട്ട് അത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ടേബിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് പോലും വിട്ടുകളയാതെ പഠിക്കണമെന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അത് മനസ്സിലാവും. ഈ സിമ്പിൾ സെന്റൻസിൽ നിന്ന് വരെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിന് ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പഠിച്ചു പോകാതെ എക്സ്പ്ലനേഷൻസും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാൻ പറയുന്നത്. 20 മാർക്കിനാണ് ഡയറി സയൻസിൽ നിന്ന് ചോദ്യം വരുന്നത്. ഇവിടെ നമുക്ക് ചോദ്യത്തിന് ഉത്തരം നോക്കാം. ആൻസർ ഓപ്ഷൻ ബി തമിഴ്നാടു ആണ്. തോഡ ബ്രീഡ് ഓഫ് ബഫല്ലോ ഫൗണ്ട് അറ്റ് തമിഴ്നാടു. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. ബ്രീഡ് തോഡ, ബ്രീഡിംഗ് ട്രാക്ട് ഓർ ഹാബിറ്റാറ്റ് നീലഗിരി ഹിൽസ് ഓഫ് തമിഴ്നാടു. ഹോൺ ക്യാരക്ടറിസ്റ്റിക്സ്. The horns are wide apart, curving inwards and then outwards, forming a crescent shape. ആ ഷേപ്പ് ഒക്കെ ഒന്ന് പഠിച്ചു നോക്കുക. ക്രസന്റ് ഷേപ്പ് ആയിട്ടുള്ളത്, ക്രസന്റ് ഷേപ്പ് ഹോൺ ഉള്ളത് ഏത് ബ്രീഡിനാണെന്ന് ചോദിച്ചാൽ തോഡ ബ്രീഡിനാണ്. തോഡ എന്ന് പറയുന്നത് ബഫല്ലോ ബ്രീഡാണ്. തോഡ ഒരു ബഫല്ലോ ബ്രീഡാണ്. അത് ശ്രദ്ധിച്ച് പഠിക്കുക. ഞാൻ പറഞ്ഞു കാറ്റിന്റെ ബ്രീഡും ബഫല്ലോ ബ്രീഡും തമ്മിൽ കൺഫ്യൂസിങ് ആവരുത്. അപ്പൊ ഇപ്പോഴേ പഠിച്ചു പോവുക. തോഡ ബ്രീഡ് ഒരു ബഫല്ലോ ബ്രീഡാണ്. കാണപ്പെടുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ഹിൽസ് ആണ്. അതിന്റെ ഹോണിന്റെ പ്രത്യേകത ഒരു ക്രസന്റ് ഷേപ്പ് ആണ്. അപ്പം പെട്ടെന്ന് ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോൺസ് ആണ് ചാനലിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും, അങ്ങനെ അനുസരിച്ചായിരിക്കും ക്ലാസ്സുകൾ സ്പീഡ് ആഡ് ചെയ്യുന്നത്. കൂടുതൽ പോയിന്റ്സ് ഉള്ള ക്ലാസ്സുകളായിട്ട് ഇനി വരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.